തുടരും സിനിമയുടെ ഒഫീഷ്യൽ ടീസറിന്റെ അപ്ഡേറ്റ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ടീസറിന്റെ സെൻസറിംഗ് കഴിഞ്ഞതാണ്. 38 സെക്കൻഡാണ് ടീസറിന്റെ ദൈർഘ്യം. എമ്പുരാൻ സിനിമയുടെ ഡബ്ബിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസറും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മിക്കവാറും ഈ മാസാവസാനം ജനുവരി 30-ന് തുടരും സിനിമയോടൊപ്പം ഈ ഒരു ടീസർ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാർച്ച് 27-നാണ് എമ്പുരാൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതായത് 76 ദിവസങ്ങൾ കൂടി മാത്രമാണ് എമ്പുരാൻ സിനിമയുടെ റിലീസിന് ഇനിയുള്ളത്. ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ ഇനി ദൃശ്യം 3 എന്ന സിനിമയാണ് പലരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദൃശ്യം 3 എന്ന സിനിമ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. ഒരു പോലീസ് സ്റ്റോറിയാണ് ജിത്തു ജോസഫ് മോഹൻലാൽ കോംബോയിൽ ഇനി വരാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 12th മാൻ, കൂമൻ എന്നീ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയ KR കൃഷ്ണകുമാറാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. ലാലേട്ടൻ്റെ ദൃശ്യം 3 എന്ന സിനിമ കാണാനായി നമ്മൾ ഇനിയും കാത്തിരിക്കണമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.